ഹായ് ഓൾ, എന്തായിരിക്കും എല്ലാവരും നോക്കി നിൽക്കുന്നത്? ഉത്സവമാണോ? ഉത്സവമൊന്നുമല്ല മക്കളെ, ഹൗസ് വാമിംഗ് ആണ്. ഹൗസ് വാമിങ്ങിന് ചെണ്ടമേളോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക അല്ലേ? പക്ഷേ ചെണ്ടമേളം മാത്രമല്ല, മറ്റു കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പനിയുടെ മുകളിൽ ഒരു താടിയും തലയും ഇങ്ങനെ പെടുത്തിരിക്കുന്ന ഒരു വൃദ്ധൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അല്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ക്രോധം വന്നു. എന്തുകൊണ്ടാണ് ക്രോധം വന്നത്? നിങ്ങൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തെ പോരാണ് അല്ലേ? അങ്ങനെ ചന്ദൻ എന്താ ചെയ്തത്? ചന്ദന്റെ കുടുംബത്തെ പോരാനാണ് പ്രവർത്തിക്കുന്നത്. അത് മുഴുവൻ ഞാൻ കട്ടുപിടിച്ചത് കൊണ്ട് ക്രോധചിത്തനായി ചന്ദൻ എന്താ എന്നെ ചെയ്തേ? ഈ വീടിൻ്റെ നെടുമ്പായിട്ട് വളരാണ്. എല്ലാ വിഷമങ്ങളും ഇതിനെ മുത്തപ്പം മാറ്റി ഒരുപാട് ഇനി പറയാനുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായി ഈ ദുഃഖം മനവ ദുഃഖം കുടുംബ ദുഃഖം നിന്റെ മക്കളുടെ ദുഃഖം നിന്റെ മനസ്സിനകത്ത് അതിനെ ഓർത്ത ഇന്ന് കരയുന്നത്. വേറെ ആരുമില്ല നിനക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതുപോലൊരു ഹൗസ് വാമിങ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ ഇങ്ങനെയൊരു ഹൗസ് വാമിങ്? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്